ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണസദ്യയിൽ പ്രധാന വിഭവമായ പഴനുറുക്കാണ്. വളരെ ടേസ്റ്റോടുകൂടിയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പഴപ്രഥമൻ ഇതിൻ്റെ മുന്നിൽ തോറ്റുപോകും, അത്രയും സ്വാദാണ് ഈ പഴനുറുക്കിന്. വളരെ ടേസ്റ്റോടുകൂടി നമുക്കിത് തയ്യാറാക്കാം, അതേപോലെ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് പഴനുറുക്ക് ഉണ്ടാക്കി നോക്കുക. വളരെ സ്വാദുള്ള ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 3 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മീഡിയം പഴുത്ത പഴമാണ്. പഴുത്ത് ഉടഞ്ഞു പോയ പഴം എടുക്കരുത്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു ഉരുളി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പഴം തൊലി കളഞ്ഞ് ഇതുപോലെ 2ആക്കി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഴം വേകാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം സിമ്മിലിടുക. എന്നിട്ട് ഒന്ന് ഈ പഴം തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അധികം വെള്ളം ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് വേവിക്കുക. അപ്പോൾ സ്റ്റവ് സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഈ ചൂട് കൊണ്ട് തന്നെ പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ വെന്ത് ഏകദേശം ഇതേപോലെ വേവാകുമ്പോൾ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന പാകത്തിന് നമുക്കതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചിട്ട് അതും കൂടി ചേർത്ത് ഇനി ശർക്കരയിൽ കിടന്ന് ഈ പഴം നല്ല സ്വാദായിരിക്കണം. അപ്പോൾ പഴത്തിലേക്ക് ഈ ശർക്കര പിടിക്കണം. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ശർക്കരപ്പാനി വറ്റി വരുമ്പോഴേക്കും നമ്മുടെ പഴത്തിലേക്ക് നന്നായിട്ട് മധുരം പിടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിടരുത്, സിമ്മിലിട്ട് തന്നെ വറ്റിച്ച് ഈ പഴത്തിലേക്ക് ശർക്കരയുടെ ആ മധുരം നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല ഒരു മുറി തേങ്ങ എടുത്ത് പിഴിഞ്ഞ് തലപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല കട്ടിയിലുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് അതും കൂടി ചേർത്ത് 2 ഏലക്ക ചതച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് സിമ്മിലിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കുക. ഈ ശർക്കരയും തേങ്ങാപ്പാലും നെയ്യും എല്ലാം കൂടി ഏലക്കപ്പൊടിയും കൂടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് വറ്റിച്ചെടുക്കുക. വരുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നെയ്യും ശർക്കരയും തേങ്ങാപ്പാലും എല്ലാം കൂടി ഇട്ട് നമ്മൾ തയ്യാറാക്കിയ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പഴനുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഉരുളിലായതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഓഫ് ചെയ്തു. പിന്നെ ഈ ചൂട് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഒന്നും കൂടി വറ്റിക്കോളും. അപ്പോൾ നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് പപ്പടം ഇട്ട് ഇതേപോലെ തന്നെ പൊടിച്ച് പഴനുറുക്കും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പഴപ്രഥമനൊക്കെ കഴിക്കൂലേ, അതിനേക്കാളും ടേസ്റ്റാണ് ഈ വിഭവം. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, എന്നാലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.